സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ റോണ്ട ബേണിന്റെ ലോകപ്രശസ്തമായ മറ്റൊരു പുസ്തകമായ സീക്രട്ട് പവറിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ജീവിതം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും നിങ്ങളുടെ ഉള്ളിൽ എത്രമാത്രം ശക്തിയുണ്ടെന്നും തിരിച്ചറിഞ്ഞാൽ എങ്ങനെ ഒരു അത്ഭുതകരമായ ജീവിതം നയിക്കാമെന്ന് ഈ പുസ്തകം നിങ്ങൾക്ക് പറഞ്ഞുതരുന്നു. അങ്ങനെ നിങ്ങളൊരു മാന്ത്രികവടി വീശുകയും നിങ്ങളുടെ സ്വന്തം കണ്ണുകൾ കൊണ്ട് മാന്ത്രികത സംഭവിക്കുന്നത് കാണുകയും നിങ്ങളുടെ ജീവിതം അത്ഭുതകരമാവുകയും ചെയ്യും. ഈ പുസ്തകം സൃഷ്ടിയുടെ ഏറ്റവും വലിയ ശക്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ ശക്തി ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നേടാൻ കഴിയും. എല്ലാ കണ്ടുപിടുത്തങ്ങളും നിർമ്മിതികളും സൃഷ്ടികളും സാധ്യമായത് ഈ ശക്തി കാരണമാണ്. ഇതിന് ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ, അതാണ് ആ രഹസ്യശക്തി. ഈ രഹസ്യശക്തിയുടെ സഹായത്തോടെ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുക, ഒരു പോയിന്റ് പോലും മിസ് ചെയ്യരുത്. നിങ്ങൾ ചാനലിൽ പുതിയ ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് തുടങ്ങാം. അധ്യായം 1. എന്താണ് ഈ ശക്തി? നല്ല ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തിയും അത് നേടിയെടുക്കാൻ ഈ ശക്തി ഉപയോഗിച്ചിട്ടുണ്ട്. ജീവിതത്തിലെ എല്ലാ പോസിറ്റീവായതും നല്ലതുമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ശക്തി കാരണമാണ്. ഈ നിയമത്തിന് ഒരു അപവാദവുമില്ല. ഇത് ശരിക്കും ഏറ്റവും വലിയ ശക്തിയാണ്. കാരണം നിങ്ങൾ ഈ ശക്തി ഉപയോഗിക്കുമ്പോൾ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ ചോദ്യം ഉയർന്നേക്കാം: നിങ്ങൾ ആരെയാണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അതിനുള്ള കാരണം നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നതാണ്. നിങ്ങൾ സ്നേഹിക്കാത്ത കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ താൻ സ്നേഹിക്കാത്ത കാര്യങ്ങളെ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു വ്യക്തിയും ആഗ്രഹിക്കുന്നില്ല. താൻ സ്നേഹിക്കാത്ത ഒരാളെ കൊണ്ടുവരാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇതിന്റെ അർത്ഥമെന്താണ്? നിങ്ങളുടെ ജീവിതം മികച്ചതാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എപ്പോഴും സ്നേഹം നൽകേണ്ടിവരും. ജീവിതത്തിലെ കഷ്ടപ്പാടുകളുടെ ഏറ്റവും വലിയ കാരണങ്ങളിലൊന്ന് സ്നേഹത്തിന്റെ കുറവാണെന്ന് എപ്പോഴും ഓർക്കുക. സ്നേഹമുള്ളിടത്ത് ദുഃഖമില്ല. കാരണം നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പുണ്ട്. ഈ പോസിറ്റീവ് ശക്തിയെ സ്നേഹിക്കാനും ഉപയോഗിക്കാനും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കാനും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലത് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്നേഹത്തിന്റെ ഈ പോസിറ്റീവ് ശക്തി ഉപയോഗിച്ചതുകൊണ്ടാണ്. നിങ്ങൾ സ്നേഹിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്തു. ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മോശം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ശക്തിയെ സ്നേഹിക്കാത്തതുകൊണ്ടും അത് ഉപയോഗിക്കാത്തതുകൊണ്ടുമാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നെഗറ്റീവ് ഫലങ്ങൾ ലഭിച്ചത്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരേയൊരു കാര്യം സ്നേഹം മാത്രമാണ്. ആകർഷണ നിയമം, ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് സമാനമായ കാര്യങ്ങൾ സമാനമായ കാര്യങ്ങളെ ആകർഷിക്കുന്നു എന്നാണ്. ലളിതമായ വാക്കുകളിൽ പറഞ്ഞാൽ നിങ്ങൾ നൽകുന്നതാണ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നത്. നിങ്ങൾ എന്തു നൽകുന്നുവോ ആകർഷണ നിയമത്തിലൂടെ നിങ്ങൾ അതിനെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു. ജീവിതത്തിൽ നിങ്ങൾ എന്തു നൽകുന്നുവോ അത് തീർച്ചയായും നിങ്ങളിലേക്ക് തിരികെ വരും. ഇതാണ് സൃഷ്ടിയുടെ നിയമം. ഇതാണ് ലോകത്തിന്റെ നിയമം. നിങ്ങൾ പോസിറ്റിവിറ്റി നൽകിയാൽ നിങ്ങൾക്ക് പോസിറ്റീവായ കാര്യങ്ങൾ തിരികെ ലഭിക്കും. നിങ്ങൾ നെഗറ്റിവിറ്റി നൽകിയാൽ നിങ്ങൾക്ക് അതുതന്നെ തിരികെ ലഭിക്കും. നിങ്ങൾ പോസിറ്റിവിറ്റി നൽകിയാൽ നല്ല കാര്യങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ നെഗറ്റിവിറ്റി നൽകിയാൽ മോശം കാര്യങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ സ്നേഹം നൽകിയാൽ നിങ്ങൾക്ക് സ്നേഹം മാത്രമേ ലഭിക്കൂ. ജീവിതത്തിലൊന്നും ആകസ്മികമായി സംഭവിക്കുന്നില്ല. നിങ്ങൾ നൽകുന്നതിന്റെ ഫലമാണത്. മറ്റെന്തിനേക്കാളും പ്രധാനം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നതാണ്. കാരണം ഈ നിമിഷത്തിലെ വികാരങ്ങളാലാണ് നിങ്ങളുടെ ജീവിതം സൃഷ്ടിക്കപ്പെടുന്നത്. നിങ്ങൾ ആരെയെങ്കിലും കാണുമ്പോൾ എങ്ങനെയിരിക്കുന്നു എന്ന് ചോദിക്കാറുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എനിക്ക് സുഖമാണ്, ഐ എം ഫൈൻ എന്ന മറുപടിയാകും കേൾക്കാറ്. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഭൂരിഭാഗം സമയവും നിങ്ങൾക്ക് സുഖമാണ്, ഫൈൻ എന്ന് മാത്രമാണ് തോന്നുന്നതെങ്കിൽ അതിന്റെ ഫലം എന്തായിരിക്കും? ഈ സുഖമാണ് എന്ന തോന്നലിനെ നിങ്ങൾ ഒരു പോസിറ്റീവ് വികാരമായി കണക്കാക്കുന്നു. യഥാർത്ഥത്തിൽ നല്ലത് തോന്നുക, ഫീലിംഗ് റിയലി ഗുഡ്, നല്ല വികാരങ്ങൾ. എന്നാൽ നിങ്ങൾ സന്തോഷവാനാണ്, ആവേശഭരിതനാണ്, ഉത്സാഹഭരിതനാണ് അല്ലെങ്കിൽ തീവ്രമായ ആഗ്രഹമുള്ളവനാണ് എന്നാണ് അർത്ഥമാക്കുന്നത്. നിങ്ങൾക്ക് വെറുതെ കുഴപ്പമില്ല, ശരാശരി അല്ലെങ്കിൽ സാധാരണം എന്നൊക്കെയാണ് തോന്നുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതവും കുഴപ്പമില്ലാത്തതോ ശരാശരിയോ സാധാരണയോ ആയിരിക്കും. ഇതൊരു നല്ല ജീവിതമല്ല. നല്ല വികാരങ്ങൾ എന്നാൽ ഇതാണ് അർത്ഥമാക്കുന്നത്. നിങ്ങൾക്ക് ശരിക്കും നല്ലത് തോന്നുന്നു. ശരിക്കും നല്ലത് തോന്നുന്നത് ജീവിതത്തെ മികച്ചതാക്കും. നിങ്ങൾക്ക് സന്തോഷം തോന്നുമ്പോൾ നിങ്ങൾ സന്തോഷം നൽകുന്നു. ഫലമായി നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് സന്തോഷകരമായ അനുഭവങ്ങളും സന്തോഷകരമായ സാഹചര്യങ്ങളും സന്തോഷകരമായ ആളുകളെയും കണ്ടെത്തും. നിങ്ങൾ പ്രകോപിതനാണെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് വികാരങ്ങൾ നൽകുന്നു. ഫലമായി നിങ്ങൾ എവിടെ പോയാലും പ്രകോപിപ്പിക്കുന്ന അനുഭവങ്ങളും സാഹചര്യങ്ങളും ആളുകളെയും നിങ്ങൾ എല്ലായിടത്തും കണ്ടെത്തും. ഈ അനുഭവങ്ങളെല്ലാം ആകർഷണ നിയമത്തിന്റെ പ്രതിപ്രവർത്തനം കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ്. അതുകൊണ്ട് അടുത്ത തവണരെങ്കിലും നിങ്ങളോട് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ വളരെ മികച്ചതാണ്, എനിക്ക് വളരെ നല്ലതായി തോന്നുന്നു എന്ന് മറുപടി നൽകുക. എപ്പോഴാണോ നല്ല വികാരങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അത്തരം വികാരങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവേശവും ആവേശകരവും തീവ്രവുമായ കാര്യങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം ലഭിക്കും. ജീവിതത്തിലെ എല്ലാം നിങ്ങളുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ തീരുമാനവും നിങ്ങൾ എടുക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളുടെയും തോന്നലുകളുടെയും അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആരോഗ്യം ആഗ്രഹിക്കുന്നത്. കാരണം ആരോഗ്യവാനായിരിക്കുന്നത് നല്ല അനുഭവം നൽകുന്നു, രോഗിയായിരിക്കുന്നത് മോശം അനുഭവം നൽകുന്നു. നിങ്ങൾക്ക് പണം വേണം, കാരണം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ വാങ്ങുന്നതും ചെയ്യുന്നതും നല്ല അനുഭവം നൽകുന്നു. അങ്ങനെ ചെയ്യാൻ കഴിയാത്തത് മോശം അനുഭവം നൽകുന്നു. നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ വേണം, കാരണം അവ നിങ്ങൾക്ക് നല്ല അനുഭവം നൽകുന്നു. അതേസമയം കൈപ്പേറിയ ബന്ധങ്ങൾ നിങ്ങൾക്ക് മോശം അനുഭവം നൽകുന്നു. നിങ്ങൾക്ക് സന്തോഷം വേണം, കാരണം നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലത് തോന്നുന്നു. അതേസമയം നിങ്ങൾ ദുഃഖിതനാകുമ്പോൾ നിങ്ങൾക്ക് മോശം തോന്നുന്നു. നിങ്ങളുടെ നല്ല വികാരങ്ങൾ സ്നേഹത്തിന്റെ ശക്തിയാൽ നിറഞ്ഞിരിക്കുന്നു. അത് കാരണം എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. നിങ്ങൾക്കാവശ്യമുള്ള കാര്യങ്ങൾ നേടാനുള്ള വഴി ഇതാണെന്ന് നിങ്ങളുടെ നല്ല വികാരങ്ങൾ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് നല്ലത് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതവും മികച്ചതായിരിക്കുമെന്ന് നിങ്ങളുടെ നല്ല വികാരങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങൾ ആദ്യം നല്ല വികാരങ്ങൾ നൽകണം. ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങളത് ആദ്യം നൽകണം. നിങ്ങളുടെ വികാരങ്ങളുടെ ശില്പി നിങ്ങളാണ്. നിങ്ങളുടെ സ്നേഹത്തിന്റെ ശില്പി നിങ്ങളാണ്. നിങ്ങൾ നൽകുന്നതെന്തും സ്നേഹത്തിന്റെ ശക്തി അത് നിങ്ങൾക്ക് പല മടങ്ങ് വർദ്ധിപ്പിച്ചു തരും. ഒരു കാര്യം തെറ്റായി പോകുമ്പോൾ മറ്റു കാര്യങ്ങളും ഒന്നിനു പുറകെ ഒന്നായി തെറ്റായി പോകാൻ തുടങ്ങുന്നു. ലളിതമായ വാക്കുകളിൽ ആളുകൾ പലപ്പോഴും പറയാറുണ്ട്, കുഴപ്പങ്ങൾ വരുമ്പോൾ അത് എല്ലാ ഭാഗത്തുനിന്നും വരുന്നു എന്ന്. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? കാരണം എപ്പോഴാണോ ഒരു പ്രശ്നമോ പ്രതിസന്ധിയോ ഉണ്ടാകുന്നത്, നമ്മൾ ദുഃഖകരമായ വികാരങ്ങൾ മാത്രം പരത്തുന്നു. നമ്മൾ സ്വയം ദുഃഖിതരായിരിക്കുകയും ഈ ദുഃഖകരമായ വികാരങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വികാരങ്ങൾ എങ്ങനെയോ അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. കാരണം നമ്മുടെ വികാരങ്ങൾ ദുഃഖകരമാണ്. അതുകൊണ്ടാണ് കൂടുതൽ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രശ്നം അവസാനിച്ചില്ലെങ്കിൽ മറ്റൊന്ന് വരുന്നു എന്ന് ആളുകൾ പറയുന്നതിന്റെ കാരണം ഇതാണ്. ഇനി ഈ സാഹചര്യം ഒന്ന് തലതിരിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കുകയാണെന്നോ ഭാഗ്യം തെളിഞ്ഞുവെന്നോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. ആ സമയത്ത് നല്ല കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സംഭവിക്കുന്നു. ഒരു പ്രയത്നവുമില്ലാതെ തനിയെ സംഭവിക്കുന്നതായി തോന്നും. ഈ ഭാഗ്യകാലഘട്ടത്തിന്റെ ഒരേയൊരു കാരണം നിങ്ങൾ നെഗറ്റിവിറ്റിയേക്കാൾ കൂടുതൽ സ്നേഹം നൽകുന്നുണ്ടായിരുന്നു എന്നതാണ്. ആ സ്നേഹം നിങ്ങളിലേക്ക് തിരികെ വരുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ സ്നേഹം കൊണ്ടുവരികയായിരുന്നു. അത് കൂടുതൽ നല്ല കാര്യങ്ങളെ ആകർഷിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾക്ക് എപ്പോൾ നല്ല വാർത്ത ലഭിച്ചാലും നിങ്ങൾ സന്തോഷവാനായി. നമ്മൾ സന്തോഷത്തിന്റെ വികാരങ്ങൾ ചുറ്റും പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഫലമായി നമുക്ക് സന്തോഷം നൽകുന്ന ഇത്തരം സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സംഭവിക്കുന്നു. നിങ്ങൾ സ്നേഹിക്കുന്നവരുമായും ആഗ്രഹിക്കുന്നവരുമായും നിങ്ങൾക്ക് അടുത്തിരിക്കാൻ കഴിയും. എന്നാൽ ഇതിനായി നിങ്ങൾ സ്നേഹിക്കണം. നമ്മൾ യോജിപ്പോടെ ജീവിക്കണം. ഇതിനർത്ഥം സ്നേഹം നൽകാതിരിക്കാൻ ഒഴികഴിവുകളില്ല എന്നാണ്. ഒഴികഴിവുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നേടുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നു. അവ നിങ്ങളുടെ ജീവിതം അതിശയകരമാകുന്നതിൽ നിന്ന് തടയുന്നു. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അയക്കുന്നതെന്തോ അതാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കും അയക്കുന്നത്. അസാധ്യമായതിനെ ഭാവനയിൽ കാണാൻ ഇമാജിൻ ധൈര്യം കാണിച്ചവർക്ക് മാത്രമേ എല്ലാ മനുഷ്യ പരിമിതികളെയും തകർക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ശാസ്ത്രം, വൈദ്യം, കായികം, കല, സാങ്കേതികവിദ്യ എന്നിങ്ങനെ മനുഷ്യന്റെ ഏത് മേഖലയിലായാലും അസാധ്യമായതിനെ ഭാവനയിൽ കണ്ടവരുടെ പേരുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൃഷ്ടിപ്രക്രിയ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്കിതിനകം ലഭിച്ചതായി നിങ്ങൾ ഭാവനയിൽ കാണണം. ഈ ഭാവനയ്ക്കായി നിങ്ങൾ കഴിയുന്നത്ര നാടകീയമായ വസ്തുക്കൾ ഉപയോഗിക്കണം. നിങ്ങൾക്കാവശ്യമുള്ളത് ഇതിനകം നിങ്ങളുടേതാണെന്ന് ഭാവനയിൽ കാണാനും തിരിച്ചറിയാനും വേഷവിധാനങ്ങൾ, ഫോട്ടോഗ്രാഫുകൾ, പ്രസക്തമായ വസ്തുക്കൾ എന്നിവയാൽ സ്വയം ചുറ്റപ്പെടുക. ഒരു ഉദാഹരണത്തിലൂടെ ഇതെങ്ങനെ മനസ്സിലാക്കാം? ഉദാഹരണത്തിന്, നിങ്ങൾക്ക് പുതിയ വസ്ത്രങ്ങൾ വേണം. നിങ്ങളുടെ വാർഡ്രോബ് പഴയ വസ്ത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പുതിയ വസ്ത്രങ്ങൾ സൂക്ഷിക്കാൻ സ്ഥലമില്ലാതെ നിങ്ങളുടെ വാർഡ്രോബ് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ പുതിയ വസ്ത്രങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല. അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങളുടെ വാർഡ്രോബിൽ പുതിയ വസ്ത്രങ്ങൾക്കായി സ്ഥലമുണ്ടെന്ന് ഉറപ്പാക്കുക. പുതിയ വസ്ത്രങ്ങൾക്കായി ഒഴിഞ്ഞ ഹാങ്ങറുകൾ തയ്യാറാക്കി വയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ പണം കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പേഴ്സിൽ പണത്തിന് സ്ഥലമുണ്ടോ, അതോ അത് പാഴ്ക്കടലാസുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണോ? ഇത് പാഴ്ക്കടലാസുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ അത് വലിച്ചെറിയുക. നിങ്ങളുടെ പേഴ്സിൽ പണത്തിനായി സ്ഥലമുണ്ടാക്കുക. നിങ്ങൾക്കൊരു മാതൃകാപരമായ ജീവിത പങ്കാളിയെ വേണമെങ്കിൽ അവർ നിങ്ങളോടൊപ്പം ഒരേ സമയം ജീവിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഭാവനയിൽ കാണുകയും തിരിച്ചറിയുകയും വേണം. കിടക്കയുടെ നടുവിൽ ഉറങ്ങരുത്, മറിച്ച് കിടക്കയുടെ പകുതി ഭാഗത്ത് മാത്രം ഉറങ്ങുക. ബാക്കി പകുതി നിങ്ങളുടെ പങ്കാളിക്കായി കരുതിവെക്കുക. സമയം നിങ്ങൾക്ക് അനുകൂലമായിരുന്നെങ്കിൽ നിങ്ങളുടെ വാർഡ്രോബിലെ പകുതി സ്ഥലം മാത്രമേ നിങ്ങൾ ഉപയോഗിക്കുമായിരുന്നുള്ളൂ. കാരണം ബാക്കി പകുതി നിങ്ങളുടെ പങ്കാളിയുടെ വസ്ത്രങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കും. നിങ്ങളുടെ പങ്കാളിക്കായി നിങ്ങളുടെ വാർഡ്രോബിന്റെ പകുതി റിസർവ് ചെയ്യുക. നിങ്ങൾ രണ്ടുപേർക്കുള്ള ഡിന്നർ ടേബിളാണോ അതോ ഒരാൾക്ക് മാത്രമാണോ സജ്ജീകരിക്കുന്നത്? ഒരാൾക്ക് കൂടിയിരിക്കാൻ ഒരു അധിക കസേര നിങ്ങൾക്ക് എളുപ്പത്തിൽ ക്രമീകരിക്കാൻ കഴിയും.
നാടകീയതയുടെയും ഭാവനയുടെയും ഈ ഉപയോഗങ്ങൾ വളരെ ചെറുതായി തോന്നാം, പക്ഷേ അവയിൽ അത്ഭുതകരമായ ശക്തി ഒളിഞ്ഞിരിക്കുന്നു. നിങ്ങൾ അവ പരീക്ഷിക്കുമ്പോൾ ഫലങ്ങൾ കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും. ഓർക്കുക, നിങ്ങളുടെ മുഴുവൻ ജീവിതവും നിങ്ങൾ ഭാവനയിൽ കണ്ടതുപോലെ തന്നെയാണ്. നിങ്ങൾക്കുള്ളതോ ഇല്ലാത്തതോ ആയ എല്ലാം നിങ്ങൾ ഭാവനയിൽ കണ്ടതുപോലെ തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യവും അവസ്ഥയും നിങ്ങൾ ഭാവനയിൽ കണ്ടതുപോലെ തന്നെയാണ്. പ്രശ്നമെന്തെന്നാൽ ഏറ്റവും മോശം കാര്യങ്ങൾ ഭാവനയിൽ കാണുന്ന പലരും തങ്ങളുടെ ഏറ്റവും ശക്തമായ ആയുധം തങ്ങൾക്കെതിരെ തന്നെ ഉപയോഗിക്കുന്നു എന്നതാണ്. ഏറ്റവും മികച്ചത് ഭാവനയിൽ കാണുന്നതിനു പകരം പലരും ഭയത്തോടെ ജീവിക്കുകയും തെറ്റായി പോകാവുന്ന എല്ലാ കാര്യങ്ങളും ഭാവനയിൽ കാണുകയും ചെയ്യുന്നു. അവർ ഈ മോശം കാര്യങ്ങൾ ഭാവനയിൽ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് തുടരുകയാണെങ്കിൽ അത് അക്ഷരാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് വരും. നിങ്ങൾ നൽകുന്നതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഏറ്റവും മികച്ചതും ഉയർന്നതുമായ കാര്യങ്ങൾ മാത്രം അനുഭവിക്കുകയും ഭാവനയിൽ കാണുകയും ചെയ്യുക. നിങ്ങൾക്ക് ഭാവനയിൽ കാണാൻ കഴിയുന്ന ഏറ്റവും മികച്ചതോ ഉയർന്നതോ ആയ കാര്യം തിരിച്ചറിയുന്നത് സ്നേഹത്തിന്റെ ശക്തിക്ക് വളരെ എളുപ്പമുള്ള കാര്യമാണെന്ന് ഓർമ്മിക്കുക. ഭാവനാശക്തിയിലൂടെ ഒരാൾക്ക് എങ്ങനെ ജോലി ലഭിക്കും? നമുക്കിതൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. കഴിഞ്ഞ 3 വർഷമായി ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. 75-ലധികം തസ്തികകളിലേക്ക് അപേക്ഷിച്ചെങ്കിലും ഒരിടത്തും ജോലി ലഭിച്ചില്ല. എന്നാൽ ഭാവനയുടെ വിഷ്വലൈസേഷൻ ശരിയായ പ്രക്രിയ ഉപയോഗിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉടനടി ഫലം ലഭിച്ചു. അവൻ തന്റെ ഭാവനാശക്തിയും എല്ലാ ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ചു. അവൾ തനിക്ക് സ്വപ്നജോലി ലഭിച്ചതായി ഭാവനയിൽ കണ്ടു. തന്റെ പുതിയ ഓഫീസിലെ ഓരോ സ്ഥലവും അവൾ ഭാവനയിൽ കണ്ടു. കമ്പ്യൂട്ടറിലെ ബട്ടണുകളിൽ സ്പർശിക്കുന്നത് അവൾ ഭാവനയിൽ കണ്ടു. പുതിയ വലിയ മഹാഗണി ഡെസ്കിലെ ഫർണിച്ചർ പോളിഷിന്റെ നാരങ്ങഗന്ധം അവൾ ഭാവനയിൽ അനുഭവിച്ചു. അവൾ തന്റെ സഹപ്രവർത്തകരെ ഭാവനയിൽ കണ്ടു. അവരെ പേരെടുത്തു വിളിച്ചു. അവരുമായി ഇടപഴകി. അവരുമായി മീറ്റിംഗുകൾ നടത്തി. ഉച്ചഭക്ഷണ ഇടവേളകളിൽ ഏറ്റവും മികച്ച ഭക്ഷണം രുചിച്ചു. 7 ആഴ്ചകൾക്കുള്ളിൽ അവൾക്ക് ഇന്റർവ്യൂ കോളുകൾ വരാൻ തുടങ്ങി. തുടർന്ന് ഒന്നുമാത്രമല്ല, 2 അത്ഭുതകരമായ ജോലി വാഗ്ദാനങ്ങൾ അവൾക്ക് ലഭിച്ചു. അവൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി സ്വീകരിച്ചു. എന്നാൽ ആളുകൾക്കൊരു പ്രവണതയുണ്ട്. അവർ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ വലുതാണെന്നും അതിനാൽ അത് നേടാൻ പ്രയാസമാണെന്നും അതിന് വളരെയധികം സമയമെടുക്കുമെന്നും അവർ ചിന്തിക്കുന്നു. എന്നാൽ ഈ സമീപനം തികച്ചും തെറ്റാണ്. എന്തെങ്കിലും വളരെ വലുതാണെന്നോ ബുദ്ധിമുട്ടാണെന്നോ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ പറയുന്നത് ആകർഷണ നിയമം നേടിയെടുക്കാൻ പ്രയാസമുള്ളത്ര വലുതാണെന്നും അതിന് വളരെയധികം സമയമെടുക്കുമെന്നുമാണ്. നിങ്ങൾ പറയുന്നത് പൂർണ്ണമായും ശരിയാണെന്ന് തെളിയിക്കപ്പെടും. കാരണം നിങ്ങൾ ചിന്തിക്കുന്നതും അനുഭവിക്കുന്നതുമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം ശരിക്കും വലുതാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ അത് സാക്ഷാത്കരിക്കാൻ അനുവദിക്കാത്തത് നിങ്ങൾ തന്നെയാണ്. ഫലം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടോടെയും വൈകിയും ലഭിക്കും. ആകർഷണ നിയമത്തിന് ചെറുതോ വലുതോ എന്നൊന്നില്ലെന്ന് എപ്പോഴും ഓർക്കുക. നിയമങ്ങൾക്ക് സമയമില്ല. ഒരു വ്യക്തിക്ക് പരിക്കേൽക്കുകയും ചികിത്സിച്ചിട്ടും അവസ്ഥയിൽ പുരോഗതിയുണ്ടാകാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതിനർത്ഥം പൂർണ്ണ ആരോഗ്യത്തേക്കാൾ കൂടുതൽ അയാൾ പരിക്കിനെക്കുറിച്ച് ഭാവനയിൽ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നു എന്നാണ്. പൂർണ്ണമായ വീണ്ടെടുക്കലിനേക്കാൾ കൂടുതൽ പരിക്കിനെക്കുറിച്ച് ഭാവനയിൽ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ആരോഗ്യം, സാമ്പത്തികം, പൊതുപെരുമാറ്റം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് കുറച്ച് ചിന്തിക്കുക. പ്രക്രിയ ഒന്നുതന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടത് ഭാവനയിൽ കാണുക. അത് ലഭിക്കുന്നതിലെ സ്നേഹം ഭാവനയിൽ കാണുക. അത് അനുഭവിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തോടൊപ്പമുള്ള ഓരോ നിമിഷവും സാഹചര്യവും അത് നിങ്ങളുടെ അടുത്തെത്തിയതായി ഭാവനയിൽ കാണുകയും അനുഭവിക്കുകയും ചെയ്യുക. ഓരോ ദിവസവും 7 മിനിറ്റ് നിങ്ങൾക്കാവശ്യമുള്ള കാര്യം ഇതിനകം അവിടെയുണ്ടെന്ന് ഭാവനയിൽ കാണുകയും അനുഭവിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹം സഫലമായെന്ന് നിങ്ങൾക്ക് തോന്നുന്നതുവരെ ഓരോ ദിവസവും ഇത് ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതവുമായി മുന്നോട്ടു പോകുക. നിങ്ങൾക്ക് കഴിയുന്നത്ര സ്നേഹവും നല്ല വികാരങ്ങളും നൽകിക്കൊണ്ടിരിക്കുക. കാരണം നിങ്ങൾ എത്രത്തോളം സ്നേഹം നൽകുന്നുവോ അത്രയും വേഗം ആഗ്രഹിച്ച കാര്യം സംഭവിക്കും. നിങ്ങൾ സ്നേഹിക്കാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന കാര്യങ്ങൾ മാത്രം നിലനിർത്തുക. നിങ്ങളുടെ കൗമാരത്തിലും മുതിർന്ന ജീവിതത്തിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക. നല്ല കാര്യങ്ങൾ മാത്രം നിലനിർത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾ സ്നേഹിക്കുന്ന കാര്യങ്ങൾ മാത്രം നിലനിർത്തുക. അവ മാത്രം സൂക്ഷിക്കുക. ഭൂതകാലത്തിലെ എല്ലാ നെഗറ്റീവ് സംഭവങ്ങളും അവസാനിച്ചു. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിത്വം മാറി. നിങ്ങൾ തന്നെ മാറി. പിന്നെ എന്തിനാണ് ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മോശം തോന്നുന്നത്? എന്തിനാണ് അവയെ നിങ്ങളുടെ കഥയിൽ നിലനിർത്തുന്നത്? ഭൂതകാലത്തിലെ നെഗറ്റീവ് കാര്യങ്ങൾ കുഴിച്ചെടുക്കരുത്. ഇനി മുതൽ നിങ്ങളുടെ കഥയിൽ അവ ഉൾപ്പെടുത്തരുത്. സാഹചര്യങ്ങളുടെ ഇരയാണ് താനെന്ന കഥ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നാൽ അത്തരം സംഭവങ്ങൾ ജീവിതത്തിൽ തുടരും. നിങ്ങൾ ചെയ്യേണ്ട ഒരേയൊരു കാര്യം സ്നേഹിക്കുക എന്നതാണ്. നിങ്ങളുടെ ജീവിതം സ്നേഹം കൊണ്ട് നിറച്ച ശേഷം കുറ്റബോധം, വെറുപ്പ്, മറ്റ് എല്ലാ നെഗറ്റീവ് വികാരങ്ങളും അകന്നുപോകുന്നത് നിങ്ങൾ കണ്ടെത്തും. അപ്പോൾ നിങ്ങൾ എക്കാലത്തെയും മികച്ച കഥ സൃഷ്ടിക്കാൻ തുടങ്ങും. തുടർന്ന് സ്നേഹത്തിന്റെ ശക്തി നിങ്ങളുടെ അത്ഭുതകരമായ ജീവിതത്തെ മനോഹരമായ ചിത്രങ്ങളാൽ പ്രകാശിപ്പിക്കും. സ്നേഹം ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ശക്തിയാണ്. ഡ്രൈവറില്ലാത്ത ഒരു ചരക്ക് ട്രെയിൻ പെട്ടെന്ന് കുന്നിൻ മുകളിലൂടെ
താഴേക്ക് ഉരുളുന്നതുപോലെയാണിത്. നിങ്ങളുടെ മനസ്സിന്റെ ഡ്രൈവർ നിങ്ങളാണ്. അതിനാൽ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. അത് എവിടേക്ക് പോകണമെന്ന് അതിനോട് പറയുക. ഒന്നും ചെയ്യരുതെന്ന് നിങ്ങൾ മനസ്സിനോട് പറയുമ്പോൾ നിർദ്ദേശങ്ങൾ നൽകി അതിനെ തിരക്കിലാക്കുക. നിങ്ങളുടെ മനസ്സ് വളരെ ശക്തവും അത്ഭുതകരവുമായ ഒരു ഉപകരണമാണ്. എന്നാൽ അത് ശരിയായി ഉപയോഗിക്കുന്നതിന് നിങ്ങൾ അതിനെ നിയന്ത്രിക്കണം. അനിയന്ത്രിതമായ ചിന്തകളുമായി അലഞ്ഞുതിരിയാൻ അതിനെ അനുവദിക്കരുത്. പകരം സ്നേഹം നൽകുന്നതിൽ നിങ്ങളെ സഹായിക്കാൻ അതിനോട് ആജ്ഞാപിക്കുക. സ്നേഹത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കാൻ അധികം പ്രയത്നിക്കേണ്ടതില്ല. ഒരിക്കൽ നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കും. നിങ്ങൾക്ക് നന്ദി തോന്നുമ്പോഴെല്ലാം നിങ്ങൾ സ്നേഹം നൽകുന്നു. നിങ്ങൾ നൽകുന്നതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ ലോകത്തിലെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ പ്രപഞ്ചത്തെ നമ്മൾ നോക്കിക്കാണുന്ന രീതിയെ മാറ്റിമറിച്ചു. ഐൻസ്റ്റീനോട് അദ്ദേഹത്തിന്റെ വലിയ നേട്ടങ്ങളുടെ രഹസ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏറ്റവും വലിയ രഹസ്യമിതാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച തലച്ചോറുള്ള ഈ വ്യക്തി മറ്റുള്ളവരുടെ സംഭാവനകൾക്ക് ദിവസവും 100 തവണയെങ്കിലും നന്ദി പറയാറുണ്ടായിരുന്നു. ഇതിനർത്ഥം ഓരോ ദിവസവും ഐൻസ്റ്റീൻ കുറഞ്ഞത് 100 തവണയെങ്കിലും സ്നേഹം നൽകിയിരുന്നു എന്നാണ്. അപ്പോൾ ജീവിതം അതിന്റെ പല രഹസ്യങ്ങളും ആൽബർട്ട് ഐൻസ്റ്റീന് വെളിപ്പെടുത്തിയതിൽ എന്താണ് അത്ഭുതം? നിങ്ങൾക്ക് നല്ലത് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നന്ദി പറയുക. അത് എത്ര ചെറുതാണെന്നത് പ്രശ്നമല്ല. നിങ്ങളുടെ കാർ പാർക്ക് ചെയ്യാൻ നല്ലൊരു സ്ഥലം കണ്ടെത്തുമ്പോൾ, റേഡിയോയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ട് കേൾക്കുമ്പോൾ, നിങ്ങൾ അടുത്തെത്തുമ്പോൾ, ട്രാഫിക് സിഗ്നൽ പച്ചയായി മാറുമ്പോൾ, അല്ലെങ്കിൽ ട്രെയിനിലൊഴിഞ്ഞ സീറ്റ് കണ്ടെത്തുമ്പോൾ വെറുതെ നന്ദി പറയുക. ഇവയെല്ലാം നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്ന നല്ല കാര്യങ്ങളാണ്. നന്ദിയുള്ളവരായിരിക്കുക. നന്ദിയുള്ളവരായിരിക്കുന്നതിന് നിങ്ങൾക്കൊരു ചെലവുമില്ല. എന്നാൽ ലോകത്തിലെ എല്ലാ സമ്പത്തിനേക്കാളും മൂല്യവത്താണത്. നന്ദി നിങ്ങൾക്ക് ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നു. കാരണം നിങ്ങൾ എന്തിനോടാണോ നന്ദിയുള്ളവരായിരിക്കുന്നത് അത് വർദ്ധിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കുറച്ചു സമയത്തിനു ശേഷം ഒരു വിചിത്രമായ പ്രതിഭാസം നിങ്ങൾ കാണും. എല്ലാ പണവും വീണ്ടും ഒരു പിടി ആളുകളുടെ കൈകളിലെത്തുന്നു. ഇത് സ്നേഹത്തിന്റെ വികാരത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആകർഷണ നിയമം കാരണമാണ്. അതിനാൽ പണത്തെക്കുറിച്ച് നല്ല വികാരങ്ങളുള്ള ഒരുപിടി ആളുകൾ ഒരു കാന്തം പോലെ പണത്തെ തങ്ങളിലേക്ക് തിരികെ വലിച്ചെടുക്കും. ലോകത്തിലെ എല്ലാ സമ്പത്തും സ്നേഹത്തിന്റെ ശക്തിയിലാണ് പ്രവർത്തിക്കുന്നത്. അത് ആകർഷണ നിയമത്തിനനുസരിച്ചാണ് നിലനിൽക്കുന്നത്. നിങ്ങൾക്ക് ആകർഷണ നിയമത്തിന്റെ ഒരു ദൃശ്യം കാണണമെങ്കിൽ ലോട്ടറി നേടുന്ന ആളുകളുടെ കഥകൾ നോക്കുക. അവർ ജീവിതത്തെ നോക്കി ലോട്ടറി നേടുന്നത് പൂർണ്ണഹൃദയത്തോടെ ഭാവനയിൽ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. അവർ ലോട്ടറി നേടുന്നതിനെക്കുറിച്ച് സ്വപ്നം കണ്ടു, അതിനെക്കുറിച്ച് സംസാരിച്ചു. ലോട്ടറി നേടാൻ കഴിയുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് അവരുടെ മനസ്സിൽ ഒരു സംശയവുമില്ലായിരുന്നു. ലോട്ടറി നേടിയാൽ എന്തു ചെയ്യുമെന്ന് അവർ ആസൂത്രണം ചെയ്യുകയും ഭാവനയിൽ കാണുകയും ചെയ്തു. അവർ യഥാർത്ഥത്തിൽ വിജയിക്കുകയും ചെയ്തു. ലോട്ടറി നേടി കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ഭൂരിഭാഗം ആളുകൾക്കും അവരുടെ എല്ലാ പണവും നഷ്ടപ്പെടുന്നു. അതുമാത്രമല്ല, ലോട്ടറി നേടുന്നതിനു മുമ്പ് ഉണ്ടായിരുന്നത്ര പണം പോലും അവർക്ക് നഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് ഒന്നിനെക്കുറിച്ച് നല്ലത് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനെ ആകർഷിക്കുകയല്ല, മറിച്ച് അതിനെ അകറ്റുകയാണ് ചെയ്യുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ അതൊരിക്കലും നിങ്ങളിൽ ഉറച്ചു നിൽക്കില്ല. പ്രതീക്ഷിച്ചതിലും കൂടുതൽ പണം നിങ്ങൾക്ക് ലഭിച്ചാലും കുറച്ചു സമയത്തിനു ശേഷം അത് നിങ്ങളുടെ കൈകളിൽ നിന്ന് വഴുതിപ്പോയതായി നിങ്ങൾ കണ്ടെത്തും. ചെലവുകൾ ഉണ്ടാകും, സാധനങ്ങൾ കേടാകും, അപ്രതീക്ഷിതമായ പല സാഹചര്യങ്ങളുമുണ്ടാകും. അത് നിങ്ങളുടെ പണം വെള്ളം പോലെ ഒഴുക്കിക്കളയുകയും ഇല്ലാതാക്കുകയും ചെയ്യും. അപ്പോൾ പണത്തെ പിടിച്ചു നിർത്തുന്നത് എന്താണ്? ഉത്തരം സ്നേഹമാണ്. പണത്തെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ആകർഷണ ശക്തി സ്നേഹമാണ്. പണത്തെ നിങ്ങളിൽ ഉറച്ചുനിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ശക്തിയും സ്നേഹമാണ്. നിങ്ങൾ നല്ല വ്യക്തിയാണോ അല്ലയോ എന്നതുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇതിൽ ഒരു സംശയത്തിനും ഇടമില്ല. പണം നിങ്ങളിലേക്ക് കൊണ്ടുവരാനും അത് നിങ്ങളിൽ ഉറച്ചുനിൽക്കാനും നിങ്ങൾ പണത്തെ സ്നേഹിക്കുകയും അതിനെക്കുറിച്ച് നല്ലത് തോന്നുകയും വേണം. നിങ്ങളുടെ ശമ്പളം നിലനിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ശമ്പളം പല മടങ്ങ് വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുമ്പോൾ നന്ദിയുള്ളവരായിരിക്കുക. ഭൂരിഭാഗം ആളുകളും ശമ്പളം ലഭിച്ചുകഴിഞ്ഞാൽ സന്തോഷിക്കുന്നില്ല. നന്ദിയുള്ളവരായിരിക്കുന്നതിനു പകരം മാസം മുഴുവൻ എങ്ങനെ ജീവിക്കും എന്നതിനെക്കുറിച്ച് അവർ ആശങ്കാകുലരാകുന്നു. അതുകൊണ്ടാണ് പണം ലഭിക്കുമ്പോൾ അവർ സ്നേഹം നൽകാത്തത്. നിങ്ങളുടെ കമ്പനിയുടെയോ രാജ്യത്തിന്റെയോ ലോകത്തിന്റെയോ സാമ്പത്തിക നില ഇപ്പോൾ എന്തുതന്നെയായാലും പ്രതീക്ഷയില്ലാത്ത സാഹചര്യം എന്നൊന്നില്ല. 1929 മഹാമാന്ദ്യത്തിനു ശേഷവും ചിലർ അതിജീവിച്ചു. കാരണം അവർക്ക് സ്നേഹത്തിന്റെയും ആകർഷണത്തിന്റെയും നിയമം അറിയാമായിരുന്നു. അവർ ഈ നിയമമനുസരിച്ചാണ് ജീവിച്ചത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഭാവനയിൽ കണ്ടു, അത് തിരിച്ചറിഞ്ഞു, അങ്ങനെ അത് നേടിയെടുത്തു. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ബാധകമാണ്. ബന്ധങ്ങൾ മധുരതരമാക്കുന്നതിനുള്ള ഒരു അനിഷേധ്യമായ നിയമം കൂടിയാണിത്. സ്നേഹത്തിന്റെ ശക്തിക്ക് നിങ്ങൾ ആരെയെങ്കിലും അറിയുമോ ഇല്ലയോ, ഒരു വ്യക്തി നിങ്ങളുടെ സുഹൃത്താണോ ശത്രുവാണോ പ്രിയപ്പെട്ടവനാണോ എന്നത് വിഷയമല്ല. അത് അപരിചിതനായാലും നിങ്ങൾ ആരുമായാണ് ഇടപെടുന്നത് എന്നത് സ്നേഹത്തിന്റെ ശക്തിക്ക് വിഷയമല്ല. സഹപ്രവർത്തകൻ, ബോസ്, മാതാപിതാക്കൾ, കുട്ടി, വിദ്യാർത്ഥി അല്ലെങ്കിൽ സ്റ്റോർ ജീവനക്കാരൻ, നിങ്ങൾ സമ്പർക്കം പുലർത്തുന്ന എല്ലാവരും ഒന്നുകിൽ സ്നേഹം നൽകുന്നു അല്ലെങ്കിൽ നൽകുന്നില്ല. നിങ്ങൾ നൽകുന്നതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്.
അതിനാൽ ആളുകളോട് സ്നേഹത്തോടെ പെരുമാറുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മുഴുവൻ ജീവിതവും മാറ്റാൻ കഴിയും. നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തന്നെയാണ് നൽകുന്നത്. ചരിത്രത്തിലെ എല്ലാ ജ്ഞാനികളും നമ്മളോട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. നിങ്ങൾ ഒരു നല്ല വ്യക്തിയാകാൻ വേണ്ടി മാത്രമല്ല അവർ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറഞ്ഞത്. അവർ നിങ്ങൾക്ക് ജീവിതത്തിന്റെ രഹസ്യം പറഞ്ഞുതരികയായിരുന്നു. അവർ നിങ്ങൾക്ക് ആകർഷണ നിയമം പറഞ്ഞുതരികയായിരുന്നു. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതം അത്ഭുതകരമാകുന്നു. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അർഹമായ ജീവിതം ലഭിക്കുകയുള്ളൂ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ, നിങ്ങൾ മറ്റുള്ളവർക്ക് നെഗറ്റിവിറ്റി നൽകിയാൽ നിങ്ങൾക്ക് അതേ നെഗറ്റിവിറ്റി തിരികെ ലഭിക്കും. ഇതൊരു ഉറപ്പായ കാര്യമാണ്. ആ നെഗറ്റിവിറ്റി പല മടങ്ങ് തിരികെ വരുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മോശം സ്വാധീനം ചെലുത്തുന്നു. അതിന് മറ്റൊരാളുമായി യാതൊരു ബന്ധവുമില്ല. നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങൾ എന്താണ് നൽകുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിയാൻ കഴിയും. നിലവിലെ ഒരു ബന്ധം മികച്ചതാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നെഗറ്റിവിറ്റിയേക്കാൾ കൂടുതൽ സ്നേഹവും നന്ദിയും നൽകുന്നുവെന്നാണ്. നിലവിലെ ഒരു ബന്ധം ബുദ്ധിമുട്ടുള്ളതോ വെല്ലുവിളി നിറഞ്ഞതോ ആണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അറിയാതെ സ്നേഹത്തേക്കാൾ കൂടുതൽ നെഗറ്റിവിറ്റി നൽകുന്നുവെന്നാണ്. നെഗറ്റിവിറ്റി നൽകുന്ന ചിലർ ചിന്തിക്കുന്നത് ഒരു ബന്ധം നല്ലതോ ചീത്തയോ ആകുന്നത് മറ്റൊരാൾ കാരണമാണെന്നാണ്. എന്നാൽ ജീവിതം അങ്ങനെ ചിന്തിക്കുന്നില്ല. മറ്റൊരാൾ എനിക്ക് സ്നേഹം തന്നാൽ മാത്രമേ ഞാൻ സ്നേഹം നൽകൂ എന്ന് സ്നേഹത്തിന്റെ ശക്തിയോട് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ജീവിതത്തിലൊരു കാര്യമുണ്ട്. നിങ്ങൾ ആദ്യം സ്വയം നൽകുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ലഭിക്കില്ല. നിങ്ങൾ നൽകുന്നതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിനാൽ ഇതിന് മറ്റൊരാളുമായി യാതൊരു ബന്ധവുമില്ല. ഇത് പൂർണ്ണമായും നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ എന്താണ് നൽകുന്നത്, നിങ്ങൾക്കെന്താണ് തോന്നുന്നത് എന്നതുമായിട്ടാണ് ഇതിന് മുഴുവൻ ബന്ധവും. നിങ്ങളുടെ ഏതൊരു ബന്ധവും ഇപ്പോൾ തന്നെ മധുരതരമാക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇതിനായി നിങ്ങൾ മറ്റൊരാളിലെ നല്ല ഗുണങ്ങളെ അഭിനന്ദിക്കുകയും അവരോട് നന്ദിയുള്ളവരായിരിക്കുകയും വേണം. നെഗറ്റീവ് കാര്യങ്ങൾക്ക് പകരം പോസിറ്റീവ് കാര്യങ്ങൾ നൽകുമ്പോൾ നിങ്ങൾ അന്വേഷിക്കാൻ ശ്രമിച്ചാൽ ഒരു അത്ഭുതം സംഭവിക്കും. നിങ്ങളുടെ മുന്നിലുള്ള വ്യക്തിയിൽ അവിശ്വസനീയമായ എന്തോ മാറ്റം സംഭവിച്ചതായി നിങ്ങൾക്ക് തോന്നും. യഥാർത്ഥത്തിൽ അവിശ്വസനീയമായത് സ്നേഹത്തിന്റെ ശക്തിയാണ്. കാരണം അത് ബന്ധങ്ങളിലെ നെഗറ്റിവിറ്റിയെയും മറ്റെല്ലാത്തരം നെഗറ്റിവിറ്റിയെയും ഇല്ലാതാക്കുന്നു. മറ്റൊരാളിലെ നല്ല ഗുണങ്ങളോ കാര്യങ്ങളോ കണ്ടെത്തി നിങ്ങൾ സ്നേഹത്തിന്റെ ശക്തി പ്രയോജനപ്പെടുത്തണം. ഇതിനുശേഷം ആ വ്യക്തിയുമായുള്ള നിങ്ങളുടെ ബന്ധത്തിന്റെ സ്വഭാവം തന്നെ മാറും. ഗൗതമ ബുദ്ധൻ പറഞ്ഞതുപോലെയാണിത്. ഇതായിരുന്നു റോണ്ട ബേണിന്റെ ദി പവർ എന്ന പുസ്തകത്തിന്റെ വിശദാംശങ്ങൾ. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ എങ്ങനെ ഇഷ്ടപ്പെട്ടു കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മൂല്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചാനലിൽ പുതിയ ആളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അവസാനം ഒരു കാര്യം കൂടി, നിങ്ങൾ എന്തു ചെയ്താലും നിങ്ങളുടെ സ്വപ്നം ഉപേക്ഷിക്കരുത്. കാരണം സ്വപ്നങ്ങളില്ലാതെ ജീവിതം ജീവിക്കുന്നില്ല.